ജോർജ് ജോസഫ് നമ്മളിപ്പോൾ യാത്രയിലാണ്. ആ യാത്രയുടെ അവസാന ദിവസങ്ങളിൽ ഇനിയിപ്പോൾ 3-4 ദിവസം മാത്രമേ ആ 32 ദിവസം നീണ്ട ആ മഹായാത്രയ്ക്ക് ഇനി ബാക്കിയുള്ളൂ. രണ്ടനുഭവം ഞാൻ പറയാം ശ്രീ ജോർജ് ജോസഫ്. ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കൂടെ നമ്മുടെ ഗവേഷക സംഘം കൂടി യാത്ര ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കൽ കൂടിയാണ്. എന്താണ് വിശദമായ ഇതുവരെ ആരും പഠിച്ച് സമർപ്പിച്ചിട്ടില്ലാത്തതും ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഉദ്ദേശം. രണ്ട് അനുഭവം പറയാം. ഒരനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ ഈ ഗവേഷക സംഘത്തിലെ ഒരാളോട് ഒരു ഞാൻ വിദ്യാർത്ഥിയുടെ പ്രായം പറയുന്നില്ല, പറയുന്നത് ഇവിടെ ഗുണമേന്മയുള്ള MDMA കിട്ടാനില്ല എന്നുള്ളതാണ്. അവൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? പൈസ കൊടുത്താൽ കത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ മണമുള്ള മോശം MDMA കിട്ടുന്നു. MDMAയിൽ മായം കലർത്തുന്നു, എന്താ അജിനാമോട്ടോ പൊടിച്ച് കലർത്തുന്നു. അതുകൊണ്ട് നല്ല MDMA അപ്പുറത്ത് കിട്ടും കേട്ടോ എന്നാ പറയുന്നത് ഈ ചെറുപ്പക്കാരൻ പറയുന്നത്. അപ്പോൾ അവൻ്റെ പ്രശ്നം എന്താണ്? അവിടെ പൈസ കൊടുത്താൽ ഗുണമേന്മയുള്ള MDMA കിട്ടുന്നില്ല ആ സ്ഥലത്തു നിന്നുള്ളതാണ്. രണ്ടാമത്തെ അനുഭവം പറയാം. ഈ അടുത്ത ദിവസമാണ്. അതും ഈ പറയുന്ന നല്ല വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ ഏതോ വഴിയിൽ ഈ പറഞ്ഞ രാസലഹരിക്ക് അടിപ്പെടുന്നു. ഇപ്പോൾ അവൻ ചെയ്യുന്ന ജോലി വീടുകളിൽ ഈ വാട്ടർ കണ്ടറിൽ എത്തിക്കുന്ന പണിയാണ്. നമ്മുടെ ഗവേഷക ഒരു സംഘാംഗത്തോട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നു. ആരാ കൊല്ലാൻ ശ്രമിക്കുന്നത്? രാവണനും ഈ പറയുന്ന അസുരന്മാരും ചേർന്ന് കൊല്ലാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിനെതിരെ പ്ലോട്ട് ആരുണ്ടാക്കി? ബ്രഹ്മാവ് ഉണ്ടാക്കി അദ്ദേഹത്തിനെതിരെയുള്ള പ്ലോട്ട്. എന്ന് പറഞ്ഞാൽ മൊത്തം കിളിയും പറന്ന് മാനസിക നില തെറ്റി ഏതാണ്ട് ഹാലൂസിനേഷൻ ലെവലിൽ ആരോ കൊല്ലാൻ വരുന്നു എന്ന ഭീതിയിൽ ഇങ്ങനെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല വിദ്യാഭ്യാസമുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ. അവൻ കത്തിയെടുത്ത് കുത്തി കൊല്ലാൻ പോകുന്നത് അവൻ്റെ അമ്മയല്ല. ആരെയാണ് കൊല്ലുന്നത്? ബ്രഹ്മാവിനെയോ അല്ലെങ്കിൽ രാവണനെയോ അവനെ കൊല്ലാൻ വരുന്ന ഏതോ അസുരനെയൊക്കെ അവൻ കൊല്ലുന്നത് അമ്മയല്ല, അല്ലെ അച്ഛനല്ല കൊല്ലുന്നത്. അമ്മാതിരി ഭീതിതമായ കാഴ്ചകൾ കണ്ടും കേട്ടും ഞെട്ടിക്കൊണ്ട് നമ്മുടെ യാത്ര അങ്ങനെ തുടരുകയാണ്. അതിനിടയിലാണ് ഈ ഷൈൻ ടോം ചാക്കോയുടെ ചാട്ടവും അനുബന്ധ വാർത്തകളും വരുന്നത്. എനിക്ക് തെല്ലും ഞെട്ടലുണ്ടാവുന്നില്ല ശ്രീ ജോർജ് ജോസഫ്. ഇല്ല, നമ്മളെ ഈ ഒരു സംഭവം നമ്മൾ നോക്കിക്കണം. ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നല്ലൊരു നടനാണ്, നല്ല ആർട്ടിസ്റ്റാണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ അയാളെപ്പോലെ ഒരു ആർട്ടിസ്റ്റ് ആകണമെന്നെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഈ ലഹരി കഴിക്കണം, എങ്കിലും അങ്ങോട്ട് എത്തുള്ളൂ. അതാണ് അതിൻ്റെ സന്ദേശം. ഇയാളെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നവർ ചെയ്യുന്ന സന്ദേശം നൽകുന്നത് എന്താണ്? ഇയാളെപ്പോലെ ആകണമെന്നുണ്ടെങ്കിൽ നല്ല ആർട്ടിസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നല്ല ഇയാളെപ്പോലെ ആകണമെങ്കിൽ MDMA അല്ലെങ്കിൽ ലഹരി കഴിക്കണം. കുട്ടികൾ അയാളെയാണ് പിന്തുടരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നല്ല MDMA കഴിച്ചെങ്കിലേ വരുള്ളൂ ആ കൊച്ചു പറഞ്ഞത് കേട്ടല്ലോ. അപ്പം നമ്മൾ ഇയാളുടെ മലയാള സിനിമയിൽ നിന്ന് ഇയാളെ നീക്കം ചെയ്തേ പറ്റുള്ളൂ. എത്ര നല്ല ആർട്ടിസ്റ്റ് ആയാലും ശരി, ഇവിടെ അയാൾ ഹോൾസെയിലായിട്ട് ഇപ്പം ഡ്രഗ്സ് ലഹരി വിൽക്കുന്ന മനുഷ്യനാണ്. ഇപ്പോൾ ആലപ്പുഴ ഒരു സംഭവം ഉണ്ടായ, സിനിമാ ഫീൽഡിലുള്ള ഒരു ലേഡി 14 ഭാഷ സംസാരിക്കാൻ കഴിവുള്ള സ്ത്രീയെ അവരിപ്പോൾ ലഹരി കച്ചവടമാണ്. അവരെ നല്ലൊരു കസ്റ്റമറാണ് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും. അപ്പോൾ 2,62,00,000 ഒരു കൺസൈൻമെൻറ്റാണ് അവിടെ വന്നത്. അത് ഇയാൾക്ക് കൊടുക്കാനാണ്. അപ്പോൾ ഇയാൾ സിനിമാ മേഖലയിൽ നിൽക്കുന്നത് ഈ ഡ്രഗ്സിൻ്റെ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇയാളെ അഭിനയിപ്പിക്കുന്ന ആരായാലും ശരി, അവർ ഡ്രഗ്സ് കൊണ്ട് നമ്മുടെ സമൂഹത്തെ മലിനമാക്കുന്ന, കുട്ടികളെ എല്ലാം തകർന്ന് തരിപ്പണമാക്കുന്ന പ്രവൃത്തി ചെയ്യുന്നവരായ അതിൻ്റെ ഡയറക്ടർമാരെയും പ്രൊഡ്യൂസർമാരെ കൂടെ പ്രതി ചേർക്കണം. ഇവിടെ ഇപ്പം വിൻസി അലോഷ്യസ് നല്ല നടിയാണ്. ആ കുട്ടി പോലീസിൽ പരാതി കൊടുക്കാൻ തയ്യാറല്ല എന്നിപ്പം പറയുന്നുണ്ട്. ഒരു കോഗ്നിസബിൾ ഓഫൻസ് ഉണ്ടായാൽ അതിന് ആരുടെയും ഒരു സമ്മതം നമുക്ക് വേണ്ട. ഇത് സൂത്രവാക്യ എന്ന സിനിമ ആ ലൊക്കേഷൻ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായതെന്നാണ് പറയുന്നത്. ആ ലൊക്കേഷൻ എവിടെയാണ് കേരളത്തിൽ? അവിടുത്തെ SHO സോമോട്ടോമായിട്ട് ഈ കേസെടുക്കണം. ഇതൊരു കോഗ്നിസബിൾ ഒഫൻസാണ്. ഇതിനകത്ത് അവർ സാക്ഷിയായിട്ട് മാത്രം വന്നാൽ മതി, വാദിയായിട്ട് SHO തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇത് ഡ്രഗ്സ് കേസാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് ഇവിടെ നമ്മുടെ കുട്ടികളെ മോചനമാക്കണമെങ്കിൽ കേസ് തന്നെ വേണം. അവർ കേസ് കൊടുത്തില്ല. അവർ കൊടുത്തിരിക്കുന്നത് അവർ പറയണത് അംഗമല്ല അവർ. പക്ഷേ ഷൈൻ ടോം ചാക്കോ അമ്മയിലെ അംഗമാണ്. അതുകൊണ്ട് അമ്മക്കാരും നടപടിയെടുക്കണം, ഇയാളെ വിശദീകരണമൊക്കെ കേട്ടെന്നൊക്കെ പറയുന്ന വാർത്തയൊക്കെ വരുന്നുണ്ട്. അതെല്ലാം ആവശ്യം. നമുക്ക് ശ്രീനാഥ് ഭാസിയെയും ഇയാളെയും മൊത്തമായി സിനിമയിൽ നിന്ന് ഔട്ടാക്കിയേ പറ്റുള്ളൂ. ഇയാളൊരു ക്രിമിനലാണ്, അതിന് യാതൊരു സംശയമില്ല. ഇപ്പം തന്നെ അവിടുത്തെ ആ ചാട്ടോ മറിച്ചിലും കണ്ടല്ലോ. ഞാൻ വന്ന് ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആ 3-ാം നിലയിൽ നിന്ന് താഴോട്ടെങ്ങാനും വീണു പോയിരുന്നെങ്കിൽ ഇയാളുടെ കൈകാലം ഒടിഞ്ഞു പോകില്ലേ? ചിലപ്പോൾ ജീവഹാനി സംഭവിക്കില്ല. അതൊന്നും ഉണ്ടായില്ലോ, ഭാഗ്യം. ഓർത്തു നോക്കൂ ജോർജ് ജോസഫ്, 3-ാം നിലയിൽ നിന്ന് 2-ാം നിലയുടെ സൺഷെയ്ഡിലേക്ക് ചാടുന്നു, സൺഷെയ്ഡ് പൊളിച്ച് 1-ാം നിലയിലേക്ക് ചാടുന്നു, 1-ാം നിലയിൽ നിന്ന് ഈ പറഞ്ഞ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നു, ഓടി രക്ഷപ്പെട്ട് ഓടുന്നു. ഇപ്പോൾ പോലീസ് ഇപ്പോൾ തിരയുണ്ട്. ഇപ്പോൾ അല്പസമയം മുൻപ് 59 മിനിറ്റ് മുമ്പ് ഷൈൻ ടോം ചാക്കോയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വരുന്നുണ്ട്. എന്താ പറയുന്നത്?
To everyone who is asking me where Shine Dom Jacko official ran to, well, here is an exclusive footage I have. അല്ല പിന്നെ ഞാൻ എന്തു പറയാൻ എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ കളിയാക്കി പരിഹാസം ഉണ്ടാക്കി ഇടുന്ന ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ്. അദ്ദേഹത്തിന് ഉറപ്പുണ്ട്, ഈ ഷൈൻ ടോം ചാക്കോക്ക് ഉറപ്പുണ്ട്, ഒരു കേസിൽ പിടിച്ചു, അത് പോലീസിന്റെ പരമമായ ദൗർബല്യത്തിൽ ഊരിപ്പോയി, ഇനി എന്തുണ്ടായാലും ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പിൽ ഉള്ള ധാർഷ്ട്യമല്ലേ ഈ പോസ്റ്റിൽ പ്രകടമാവുന്നത്? കളിയാക്കലല്ലേ ഈ പോസ്റ്റിൽ പ്രകടമാവുന്നത്? ശ്രീ ജോർജ് ജോസഫ്, അത് തന്നെയാണല്ലോ ഇയാൾ 2015 3 പെൺകുട്ടികളെയും ഇയാളെയും കൂടെ പിടിച്ചിട്ട് ആ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെ പറ്റിയ മണ്ടത്തരാണ് കോടതി നിശിതമായിട്ട് വിമർശിച്ചിരിക്കുകയാണ്. ഇയാളെപ്പോലെ അകത്താക്കാനായിട്ട് ഇതുപോലൊരു കേസ് എടുത്തതല്ലേ നമ്മൾ? 10 വർഷം പോയി അകത്ത് കിടന്നേനല്ലോ, ഈ ശല്യം ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. പക്ഷേ അവിടുത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ മൊഴി കോൺട്രഡിക്റ്ററി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കോടതിയിൽ. കോടതി അതും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയല്ല, ഇയാളെ അവിടെ ഒരു ഗസറ്റഡ് ഓഫീസർ ആ ഡ്രഗ്സ് പിടിക്കുന്ന സമയത്ത് ആ പെൺകുട്ടികളുടെ അടുത്ത് ഒരു ഗസറ്റഡ് ഓഫീസർ വേണം, അതുണ്ടായിരുന്നു. പക്ഷേ അത് മെയിലായിപ്പോയി, ഫീമെയിൽ വേണം. അത് കോടതിയെ നമ്മൾ ഇത് മാൻഡേറ്ററി ആയിട്ടൊരു ഗസറ്റഡ് ഓഫീസർ വേണമെന്നുള്ളൂ, അല്ലാതെ ഒരു ഫീമെയിൽ തന്നെ കൃത്യം വേണമെന്നൊന്നും ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരാളില്ല എന്ത് ചെയ്യും? അതല്ല നിയമം, അങ്ങനെയല്ല, അത് കോടതിയെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് ഇതിന് അപ്പീൽ അടിയന്തരമായിട്ട് ഹൈക്കോടതി കൊടുക്കണം പോലീസാ. അതുകൊണ്ടാണ് എറണാകുളം കമ്മീഷണർ ചെയ്യേണ്ടത്. അടിയന്തരമായിട്ട് അപ്പീൽ ഹൈക്കോടതി കൊടുത്തിട്ട് അത് ഫയലെടുപ്പിച്ചു. കോടതിക്കറിയാം ആരാണ് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഏത് സാക്ഷിയാണ് കൂറുമാറിയത്, കോടതിക്ക് അത് മനസ്സിലാകാനൊക്കെ. പക്ഷേ ഇയാളുടെ കയ്യിൽ, ഇയാളുടെ പെൺകുട്ടികളുടെ കയ്യിൽ ഡ്രഗ്സ് ഉണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു, അത് ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് അപ്പീൽ അടിയന്തരമുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ 314 റൂം നമ്പറിൽ ആ വേദാന്ത ഹോട്ടലിലെ ഇയാളുടെ മുറിയിൽ പോലീസ് പോയ ശേഷം അടുത്ത 304 അടുത്ത 2 മുറിയിൽ നിന്ന് 2 പെൺകുട്ടികൾ ഇയാളെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. ഇയാളെ എവിടെ ആയാലും കുറേ സ്ത്രീകളും ഉണ്ടാവും, ഡ്രഗ്സും ഉണ്ടാവും. അത് വിൽപ്പനക്കാരാണോ ഇയാളായിട്ട് മിങ്കിൾ ചെയ്യുന്നതാണോ? ഇയാളൊരു സാമൂഹിക ദ്രോഹി തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ഷൈൻ ടോം ചാക്കോ ഇടുന്നത്